കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എംടെക്കുകാരി പെൺകുട്ടിയുമായി മാതാപിതാക്കൾ എന്നെ കാണാനായി എൻ്റെ ക്ലിനിക്കിലെത്തി. അവൾ എംടെക്ക് കഴിഞ്ഞ് റാങ്ക് ഹോൾഡറാണ്, സുന്ദരിയാണ്, മിടുക്കിയാണ്, 36 വയസ്സുണ്ട്. കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അതാണ് അവളുടെ പ്രോബ്ലം. കല്യാണത്തിന് സമ്മതിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു വരികയാണ്. പ്രേമമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ചെറുപ്പത്തിൽ എന്തെങ്കിലും മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, എന്തിനാണ് വിവാഹത്തെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ കുടുംബജീവിതം കണ്ട് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന്. പക്ഷേ ഞാൻ അതിനൊരു പോംവഴി കണ്ടെത്തിയിട്ടുണ്ട് മാഡം. ഞാൻ ചോദിച്ചു, എന്താണ് മോളെ ആ പോംവഴി? എനിക്കൊരു പട്ടിയുണ്ട്, അവൻ്റെ പേര് ലിയോ എന്നാണ്. ഞാനും അവനും തമ്മിൽ പ്രണയത്തിലാണ്. അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. അവനും ഞാനും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു. എൻ്റെ ബെഡ്റൂമിൽ AC റൂമിൽ അവനെ ഞാൻ എൻ്റെ പൊന്നുപോലെ വളർത്തുന്നു. എനിക്കവൻ മതി, അവന് ഞാനും മതി. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ലിയോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനൻ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഒറ്റ മകളായും ഒറ്റ മകനായും മക്കളെ വളർത്തി അവർക്ക് കൂട്ടായിട്ട് പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും ഒക്കെ സമ്മാനിച്ച് മാതാപിതാക്കൾ ജോലിക്കും മറ്റുമായി ധൃതിയിട്ട് ഓടുമ്പോഴോർക്കുക, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചില വൈകല്യങ്ങൾ കടന്നുകൂടുന്നു എന്ന്.